ഹായ് ഓൾ. ഇന്ന് ക്ലാസ് അല്ല, ഒരു ഓപ്പൺ ടോക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 2-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കാണും. കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ശരിയായ ജോഡിയും തെറ്റായ ജോഡിയും കണ്ടെത്തി നമ്മളെ മടുപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊള്ളാം. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഭാഗത്തുള്ള നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നോളജ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് PSC അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ, പുതിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ പരീക്ഷ കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ പുതിയ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ചോദ്യങ്ങൾ പുതിയ കുപ്പിയിൽ വന്നിരിക്കുകയാണ്. അതായത് പണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ചോദ്യം അതിൻ്റെ ഡയറക്റ്റ് ആൻസർ പഠിച്ചു വെച്ചു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ, കംപ്ലീറ്റ് ആ ടോപ്പിക്കാണ് ആ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ജാലിയൻ വാലാബാഗ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് കാര്യം നമുക്ക് ആ ഒരൊറ്റ സെക്കൻഡിൽ നമ്മുടെ മൈൻഡിൽ ബ്ലിങ്ക് ചെയ്യണം. അപ്പോൾ അത്രത്തോളം നമ്മൾ എന്തായിരിക്കണം, കീനായിരിക്കണം. നമ്മൾ അത്രത്തോളം ആ ഒരു ടോപ്പിക്കിൽ വിജിലൻ്റ് ആയിരിക്കണം, നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ് പുതിയ ചോദ്യങ്ങളുടെ പ്രത്യേകത. ചോദ്യങ്ങളെല്ലാം പഴയത് തന്നെയാണ്, ഉത്തരം വരുന്ന രീതിയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയ ചോദ്യങ്ങൾ എന്ന് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇപ്പോൾ പുതിയതായിട്ട് PSC പഠിച്ചു തുടങ്ങുന്നവർ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളില്ല. ചോദ്യങ്ങൾ പഴയത് തന്നെയാണ്, ആൻസർ എടുക്കുന്ന രീതി മാത്രമാണ് മാറിയിട്ടുള്ളത്. ആൻസറും പഴയത് തന്നെയാണ്, പക്ഷെ എന്താ പ്രത്യേകത, സെൻറ്റൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കൃത്യമായിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് തെറ്റായത് ഏതെന്ന് കൃത്യമായിട്ട് എഴുതിയെടുക്കുന്ന ഒരു, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ലാഗ് അത്രയേ ഉള്ളൂ. അല്ലാതെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഇനി പഠിച്ചു തുടങ്ങുമ്പോഴാണെങ്കിലും പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും ചോദ്യം ഉത്തരം എന്നുള്ള രീതി മാറ്റിയിട്ട് കൃത്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ലെവലുള്ള നോട്ടുകൾ വായിച്ചു നോക്കുക. അതിൽ പ്രത്യേകിച്ചും നമ്മളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു നോക്കുക. അത് വായിച്ചു നോക്കി സെൽഫായിട്ടുള്ള ഒരു സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇതിടയ്ക്ക് മറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇനി പുതിയ ചോദ്യങ്ങളെന്ന് കേട്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട. പഴയ ചോദ്യങ്ങൾ പുതിയ രീതിയിൽ ആവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ രീതിക്ക് നമ്മൾ പഠിക്കുന്നത് എന്താ, ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നമ്മൾ അതിൽ ആ ഒരു നോളജ് അച്ചീവ് ചെയ്തിട്ട് അത് ഇവിടെ ഉപയോഗിക്കാനുള്ള കഴിവാണ് നമ്മൾ ഇനി കാണിക്കേണ്ടത്. അതായത് ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ആ ഒരൊറ്റ പോയിന്റിൽ നമ്മളുടെ മനസ്സിലെത്തുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓൾറെഡി അറിയാം, നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഡെയിലി പഠിച്ച് അത് ഒന്നിന് മേലെ ആയിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് പോളിഷ് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇനി പുതിയ രീതി എന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നപ്പോഴാണെങ്കിലും നമ്മളുടെ സ്റ്റുഡൻറ് ലിസ്റ്റിലുള്ള കുറേ പേർക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന കുറേ പേര് മെസ്സേജ് അയക്കുന്നതാണ്, ടീച്ചർ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ വന്ന സമയത്ത് ശരിയായുള്ള പ്രസ്താവന എഴുതിയെടുക്കാനായിരുന്നു ഞാൻ അങ്ങനെ നോക്കിപ്പോയപ്പോൾ ഇടയ്ക്ക് ഒരെണ്ണം തെറ്റായിട്ടുള്ളത് എടുത്തെഴുതാനായിരുന്നു, അതെനിക്ക് മാറിപ്പോയി. അങ്ങനെയുള്ള ഇൻസിഡൻസ് കുറേ നമുക്ക് കഴിഞ്ഞ ഫേസുകളിലും ഈ 2-ാം തീയതി കഴിഞ്ഞ ഫേസിലും ഞാൻ അറിയുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പറയാനായിട്ടാണ് പുതിയ രീതിയിൽ നമ്മൾ ഒന്നുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് നോക്കി ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്നുകൂടെ എടുത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ കറുപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് അവിടെ നമ്മൾ വിജിലൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ തന്നെ സെൽഫ് അങ്ങനെ ഒരു പവർ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം കൃത്യമായി വായിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളത്, കറുപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ചെറിയ മൈന്യൂട്ട് സെക്കൻഡിനകത്ത് നമ്മളത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത് നമ്മൾ ഡെയിലി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പുതിയ രീതി. അപ്പോൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കറുപ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക. അതായത് പകുതി ചോദ്യം കേൾക്കുമ്പോഴേ ഓടിപ്പോയി കറുപ്പിക്കരുതെന്ന് സാരം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവിടെ നമുക്ക് വെല്ലുവിളിയായിട്ട് വരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ടെൻഷനാണ്. നമുക്ക് എക്സാം ഹാളിൽ കയറി കഴിയുന്നത് വരെ സത്യത്തിൽ ടെൻഷൻ മതി. കറക്റ്റ് സമയത്ത് കോളേജിൽ എത്തുമോ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഹാളിൽ എത്തുമോ, അങ്ങനെയുള്ള ടെൻഷൻസ് ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കളയുക. പിന്നെ നമ്മളുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ചോദ്യങ്ങളെ പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഏത് ചോദ്യം വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വില്ലിങ് ആണ് എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി റിലാക്സ്ഡ് ആയിരിക്കും. അല്ലാതെ ഭയങ്കര ടെൻഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തെറ്റ്, ഇപ്പോൾ ശരിയായിട്ടുള്ളത് എടുത്തെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി തെറ്റ് പോയി മാർക്ക് ചെയ്യുന്നത് പോലെയുള്ള തെറ്റുകൾ
മിസ്റ്റേക്കുകൾ വരാനുള്ള പ്രധാന കാരണം ഇതുപോലെയുള്ള നമ്മളുടെ ഉള്ളിലുള്ള ടെൻഷനാണ്. അപ്പം നമ്മൾ മാക്സിമം മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അതായത് ആ സീല് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ധൃതി വെച്ചിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക മീൻസ് അത്യാവശ്യം ഒരു ആവറേജ് സ്പീഡ് വേണം. നമ്മൾ മാർക്ക് ചെയ്യുന്ന കാര്യത്തിനൊക്കെ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കി ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെ ആർക്കും മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ഇപ്പോൾ PSC ഒരു പ്രവണതയാണ്, ഒരു 5 എണ്ണം കറക്റ്റ് ശരിയായതെന്ന് വരും. അപ്പം നമ്മൾ ആ ഒരു ഓർമ്മയ്ക്ക് ശരിയായതായിരിക്കും എന്നുള്ളത് അടുത്തത് പോയിട്ട് എഴുതും. പക്ഷെ ആ ചോദിച്ചത് മിക്കവാറും തെറ്റായിട്ടുള്ളതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ തെറ്റ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് മീൻസ് നമ്മൾ അറിയുന്ന കുറച്ച് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുവാണ്, അവിടെ പ്രധാനമായിട്ട് വെല്ലുവിളിയായിട്ട് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിരിക്കുക. ടെൻഷൻ ഒഴിവാക്കേണ്ട രീതികൾ പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും വെല്ലുവിളിയായിട്ടുള്ള ഈ ടെൻഷനെ നമ്മൾ റിലാക്സ് ചെയ്യേണ്ട മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി പഠിക്കുക. ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ആൻഡ് സ്റ്റഡി, 3ഉം പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ലെവൽ നമുക്ക് പകുതി കുറയ്ക്കാം. പിന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വില്ലിങ് ആണെന്നുള്ളത് നമ്മളുടെ മനസ്സിന് നമ്മളൊരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ ഈസി ആയിട്ട് കടന്നു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയുള്ള എക്സാമിൽ ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയുള്ളത് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് PSC പഠിച്ചു തുടങ്ങാൻ പോകുന്നവരോടും അതുപോലെ ഇനി പഠിച്ചാൽ PSC കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോടാണ്. തീർച്ചയായിട്ടും കിട്ടും. പഠിക്കുന്ന ലെവൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിക്കുക. അതായത് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ ഇനി പഠിക്കാതെ കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡെപ്ത് നോളജ് നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് പല മാർഗ്ഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കാം, നോട്ടുകൾ ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്നത് നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിന് പുറമെ നമുക്ക് വിക്കിപീഡിയ അതുപോലെയുള്ള വെബ്സൈറ്റുകൾ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് നടത്തുക. അതായത് ഒരു റെഫറൻസ് സ്റ്റഡിയാണ് ഇത് നമുക്ക് വേണ്ടത്. ചോദ്യം ഉത്തരം എന്നുള്ള രീതി മാറി ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഉത്തരങ്ങളിലേക്ക് നമുക്ക് ഓർത്തെടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരണേ. അപ്പോൾ അതുകൊണ്ട് ഒരു റെഫറൻസ് സ്റ്റഡി നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മെത്തേഡിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയം ഡേറ്റ് ഇട്ടിട്ട് ആ ഒരു നോട്ട് എഴുതി വെക്കുക. ഇപ്പം നമ്മളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തവരോടാണെങ്കിലും നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനൊപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാറുണ്ട്, ലെക്ചർ നോട്ട് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് മുമ്പ് തന്നെ ഞാൻ ലെക്ചർ എന്തായാലും അവരുടെ അടുത്ത് എഴുതാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് നമ്മളുടെ മെൻറ്റലിലേക്കാണ് നമ്മൾ എഴുതുന്നത്. ബുക്കിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ എഴുതുന്നതിനൊപ്പം നമ്മൾ നമ്മളുടെ ബ്രെയിനിലും അത് റൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഓർമ്മ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് ഓർത്തെടുക്കേണ്ട സമയത്ത് അന്ന് നമ്മൾ ആ നോട്ടിൽ അങ്ങനെ എഴുതിയില്ലേ എന്നുള്ള രീതിയിൽ നമ്മളുടെ ബ്രെയിൻ നമ്മളെ ഓർമ്മിപ്പിക്കും. സോ സെൽഫ് നോട്ട് പ്രിപ്പറേഷൻ എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട, ഇനി ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനെ നേരിടാനായിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, എനിക്ക് പ്രിലിംസിന് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, മെയിൻസിന് പഠിക്കണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കുറേ പേരിങ്ങനെ ചോദിച്ച കാര്യത്തിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇവിടെ നടക്കുന്നത് ഒരു സീസണൽ സ്റ്റഡിയാണ്. അതായത് എക്സാമിൻ്റെ സീസൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് 1 മാസം മുമ്പ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന അന്ന് മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു രീതി മാറ്റിയിട്ട് ആ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള സംശയങ്ങൾ വരണേ. ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മളുടെ മൈൻഡ് അങ്ങ് ഡെസ്പായി പോകുന്നത്. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കുക, പിറ്റേ ദിവസം തൊട്ട് വീണ്ടും നമ്മൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞു, ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി. നമുക്ക് ജോലി കിട്ടുന്നത് വരെയും പഠിക്കാം, അത് കഴിഞ്ഞിട്ടും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് ചെയ്യാനുള്ളത്. സോ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ടെൻഷൻസ്, ഇനി ഞാൻ പഠിക്കണോ അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയതുകൊണ്ട് എനിക്കിനി മെയിൻസിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പഠിക്കുക.
ഓക്കെ, ബാക്കി നമ്മളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരോടാണ്. എക്സാം അറ്റൻഡ് ചെയ്തു, അതിൻ്റെ വാല്യൂഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരും. റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം ഈ ഒരു എക്സാമിന് ശേഷം ഇനിയും കുറേ എക്സാം ഉണ്ടല്ലോ, അതിന് ഹെൽപ്ഫുൾ ആവും. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു റീസ്റ്റാർട്ടിങ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെയിലി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കറണ്ട് അഫെയർ മാത്രം പഠിക്കാൻ വരുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് റിസൾട്ട് വരട്ടെ, അല്ലെങ്കിൽ അത് അറിയുന്ന കാര്യങ്ങളിലേക്ക് എത്തട്ടെ, അതുവരെ പഠിക്കാതിരിക്കേണ്ട. ഒരു ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതേ ഫീൽഡിലേക്ക് എത്താൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പോൾ ഡെയിലി ഒരു 10 ചോദ്യമെങ്കിലും വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വിടുക. പിന്നെ ഇൻ കേസ് ഈ പ്രിലിംസ് കിടക്കാൻ ഈ മാർക്ക് കൊണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പ്രിലിംസ് ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ള, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രിലിംസിൽ ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവും എന്നുള്ളതിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇപ്പോഴേ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഹാർഡ് വർക്ക് എപ്പോഴും എന്ത് തരുന്നേ, റിസൾട്ട് തരുന്നേ. അപ്പം അങ്ങനെ കുറേ കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ട്സ് പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും ഞാൻ നിൽക്കണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പുതിയ ചോദ്യങ്ങൾ എങ്ങനെ പഠിക്കണം, പുതിയ രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇനി പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയിട്ട് ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പം അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ. അപ്പോൾ അടുത്ത ഫൈനൽ സ്റ്റേജിൽ ഇതുവരെ എഴുതാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ എഴുതാൻ കഴിയാതെ പോയവർക്കും പിന്നെ ബാക്കിയുള്ളവർക്കുമാണ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ റെഫറൻസ് എടുക്കാൻ വേണ്ടി ഒരു 5-6 പേപ്പർ ഇപ്പോൾ കയ്യിലുണ്ട്, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടിയിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് നോട്ട് എഴുതി പഠിച്ച് കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ആ ഒരു ഫേസ് കടക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മറ്റ് ടെൻഷൻസ് ഒന്നുമില്ലാതെ നമ്മൾ എന്ന് പഠിത്തം തുടങ്ങുവാണ്, ഇന്ന് തൊട്ട് അടുത്ത പ്രിലിംസ് കണക്കാക്കാം. മെയിൻസിലും ഇതേ ടോപ്പിക്കുകൾ തന്നെയാണല്ലോ. അപ്പോൾ അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി നമ്മൾ ഇന്ന് തൊട്ട്, അതായത് ഇന്നലെ കഴിഞ്ഞവരോടാണ്, ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് മെയിൻസിൽ വരുന്നതും ഇതേ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റഡി ഒരു ദിവസം പോലും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അതിന് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇൻ കേസ് ടൈം ടേബിൾ വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സെൽഫ് സ്റ്റഡി നോട്ടുകളും സമയം കിട്ടുന്നത് പോലെ നമ്മളുടെ ചാനലിലും ക്ലാസ് റൂമിലൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിന് പുറമെ നിങ്ങളും സ്വയം ഒരു നോട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിനകത്ത് കോൺഫിഡൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഈ സെൽഫ് നോട്ടിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു. അപ്പോൾ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളവർ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിലും കൂടെ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ ചോദ്യങ്ങളെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.